ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും മറ്റൊരു രാമായണ മാസം കൂടി വന്നെത്തിയിരിക്കുകയാണ്. മലയാള കലണ്ടർ പ്രകാരം മിഥുന മാസത്തിലെ കറുത്തവാവിന് ശേഷം സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വേളയിലാണ് രാമായണ മാസം ആരംഭിക്കുക. ആത്മീയതയ്ക്ക് എന്നോണം ആരോഗ്യകാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കഠിനമായ മഴയും അതിനോടൊപ്പം ഉണ്ടാകുന്ന ദുരിതങ്ങളും കാരണം പണ്ടുകാലങ്ങളിൽ ഇതിനെ കള്ളക്കർക്കടകം എന്നും പറയാറുണ്ട്. എന്നാൽ ഈ ദുരിതത്തിൽ നിന്നും അറുതി വരാനാണ് രാമായണ മാസത്തിൽ രാമായണ പാരായണം പോലെയുള്ള ആത്മീയമായ വഴികളും തുറന്നിട്ടത്. ആ സാഹചര്യത്തിൽ രാമായണ മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. രാമായണ മാസത്തിൽ വിവാഹം, ഗൃഹപ്രവേശം, പുതിയ ബിസിനസ്സിൻ്റെ തുടക്കം, ഉപനയനം തുടങ്ങിയ യാതൊരു വിധത്തിലുമുള്ള മംഗളകർമ്മങ്ങളും കർക്കിടക മാസത്തിൽ നടത്താൻ പാടില്ല. രാമായണ മാസത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല എന്നാണ് വിശ്വാസം. വീട് മാറുന്നതിനും ഈ ദിവസം അനുയോജ്യമല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ വാടക വീട്ടിൽ നിൽക്കുന്നു, മറ്റൊരു വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ പോലും അത് ഈ മാസം കഴിഞ്ഞിട്ടാവുന്നതാണ് കൂടുതലും ശുഭകരമാവുക. രാമായണ മാസത്തിൽ മാത്രമല്ല, ഒരിക്കലും സന്ധ്യാസമയങ്ങളിൽ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, മുടി ചീകുക, നഖം വെട്ടുക, വീട് തൂക്കുക എന്നിവ ചെയ്യാൻ പാടുള്ളതല്ല. ഈ സമയത്ത് സന്ധ്യക്ക് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുകയോ ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്നിവ ചെയ്യുന്നതാണ് നല്ലത്. കൂടാതെ ശാരീരികമായും മാനസികമായും ശുദ്ധി വരുത്തേണ്ടതുണ്ട്. ഈ മാസം ലഹരി വസ്തുക്കൾ ഒഴിവാക്കുന്നതും മാംസം പൂർണ്ണമായും ഒഴിവാക്കി സസ്യാഹാരം കഴിക്കുന്നതും വളരെ നല്ലതാണ്. മാത്രമല്ല, വീട്ടിൽ അനാവശ്യമായി തർക്കിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതും അത്ര നല്ലതല്ല. ക്ഷമയോടെ ചിന്തിക്കുവാനും പെരുമാറുവാനും പരിശീലിക്കുവാനും ഈ മാസം വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ദാനധർമ്മങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുക. ഈ മാസം ആരെങ്കിലും ഭിക്ഷ യാചിച്ചു വന്നാൽ അവരെ വെറും കൈയോടെ വിടരുത്.